എല്ലാവർക്കും ഒരിക്കലും കൂടി ഷെമീർ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അൽറായിലുള്ള അഗ്രികൾച്ചർ നഴ്സറിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അത് ദൂരെ കാണുന്ന നഴ്സറികളിലേക്കാണ് ഞങ്ങൾ കയറിയത്. നിങ്ങൾക്ക് കാണാം നല്ല ഹൈറ്റിലുള്ള പനകളൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ 70% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പലതരം ചെടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കമ്പനികളും അവിടെ 70% ഡിസ്കൗണ്ടിലേക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഞങ്ങളപ്പോൾ വീണ്ടും കുവൈറ്റ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SVR ഉണ്ട് കൂടെ. കുവൈറ്റ് സിറ്റിയിൽ ചെന്നിട്ട് അവിടെ സൂഖൽ കബീറിൽ ഒന്ന് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഇപ്പോൾ സൂഖൽ കബീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂഖൽ കബീറിൽ ഗ്രാൻഡിൻ്റെ താഴെയുള്ള ഒരു ഫ്ലോറിലുള്ള ഒരു കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഷൂവിൻ്റെ കടകളുണ്ട്, ഡ്രസ്സ് കടകളുണ്ട്, അതുപോലെ തന്നെ ഇത്തരം അക്സസറീസൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഇവിടെ 1KD 2KD 3KD ഒക്കെ ടീഷർട്ടുള്ള കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഷൂ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇയാളെ പരിചയപ്പെട്ടു. ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് 2KDയുടെയും 1KDയുടെ ഒക്കെ ടീഷർട്ട് ഉണ്ട്, വന്ന് കയറിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കൊറോണ ആയതുകൊണ്ട് നിലവിൽ ഒരുപാട് തിരക്കൊന്നുമില്ല. ഈ ഒരു ഭാഗത്തേക്ക് ആളുകളൊക്കെ വരൽ കുറവാണ്. അപ്പോൾ അദ്ദേഹം 2 ടീഷർട്ടുകൾ കാണിച്ചു തന്നു. 2KDയുടെ ടീഷർട്ടാണ് ഈ കാണുന്നത്. ഇപ്പോൾ എടുത്തതും 2KD ടീഷർട്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. അദ്ദേഹത്തിനെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സൂഖൽ കബീറിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഓക്കെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ മറ്റൊരു കടയിൽ കയറി ഒരു ഷൂ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇവിടെ ഒരു 5KD 7KD മുതലുള്ള ഷൂകളൊക്കെ ഉണ്ട്. ഈ ഒരു ഷൂ 10KDയുടെ ഒരു ഷൂ ആണ് ഇത്. അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് ഈ ഷൂകളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. നല്ല ന്യൂ ജനറേഷൻ ഷൂകളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള ഷൂകളൊക്കെ ഉണ്ട്. ഒരു 5KD മുതലുള്ളതുണ്ട്. ഇപ്പോൾ ഇത് 10KD 12KD ആ റേഞ്ചിലൊക്കെ ഉള്ള ഷൂകളാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഷൂ ഒക്കെ നോക്കി ഇങ്ങനെ ആ കടയിൽ കൂടെ കുറേ നടന്നു. പിന്നെ മറ്റൊരു ഷോപ്പിൽ കയറി. എല്ലായിടത്തും ഷൂവിൻ്റെ വിലയൊക്കെ ഏകദേശം ഇതാണ്. പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ആളുകളൊക്കെ കുറവാണ്. ഈ ഒരു ഭാഗത്തേക്ക് കൊറോണയൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് വരുന്നില്ല. അപ്പോൾ ഷൂ ഒക്കെ ഇവിടെ നല്ല അടിപൊളി സെയിലൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഷൂകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. വില എന്ന് പറഞ്ഞാൽ വലിയ കുറവൊന്നുമില്ല. അതുകൊണ്ട് 10KDയുടെ ഷൂ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂകളൊക്കെ കിട്ടും. പിന്നെ കുറഞ്ഞ ഷൂകളുണ്ട് ഇവിടെ. ഈ കടക്കൊന്നും ഇവിടെ പേര് കണ്ടില്ല കേട്ടോ. നമ്മളിവിടെ 1-2 കടകളിൽ കയറിയിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സൂഖൽ മുബാറക്കിയയിലാണ്. ഇവിടെ എൻ്റെ 1-2 യൂട്യൂബേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അവരും ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പോവാണ്. നമ്മുടെ ടെക് സെഞ്ചുറിനെ ആദ്യമായിട്ട് കാണുകയാണ്. കൂടെ നമ്മുടെ ഷൈൻ ബ്രോ ഉണ്ട്. ഹലോ, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ SVR കുവൈത്ത്. ഞങ്ങൾ ഇന്ന് ചെറിയതായിട്ട് ഇവിടെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. കുവൈത്തിലെ യൂട്യൂബേഴ്സിന്റെ വ്ളോഗേഴ്സ് വിത്ത് വ്ളോഗേഴ്സ്. നേരത്തെ വീഡിയോയിൽ ഷൈൻ ബ്രോയുടെ ഒരു ചെറിയ ഇന്റർവ്യൂ നമ്മൾ എടുത്തിരുന്നു. നമസ്കാരം. വീണ്ടും നമ്മളിവിടെ സൂഖ് മുബാറക്കയിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സൂഖ് മുബാറക്കയുടെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ പകർത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ടെക് സെഞ്ചുറി വിശേഷമൊക്കെ സുഖം അങ്ങനെ പോകുന്നു. പിന്നെ ഷമീർക്ക് എങ്ങനെ പോകുന്നു? ബ്ലോഗ്സ് ഒക്കെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നമുക്ക് ഓഫർ ബ്ലോഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓഫർ വിളിക്കുന്നു പോകുന്നു. അത്ര പാവപ്പെട്ടവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് തന്നെ. അല്ല, വല്ലപ്പോഴും നമുക്കൊരു ഓഫർ പിടിച്ചു തരാണെങ്കിൽ നമുക്കൊരു സ്വാഗതം. പിന്നെ ഷമീർക്ക് പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി? എല്ലാം കൂടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല.
നമ്മളെന്താണ് ഇങ്ങനെ പതിയെ ഇപ്പൊ ലോക്ക്ഡൌൺ അല്ലായിരുന്നോ? ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ റൂമിലിരുന്ന് കുറെ വീഡിയോസ് ചെയ്തു. ഇവരൊക്കെ വലിയ വലിയ പ്രമുഖന്മാരാണ്. ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ പ്രമുഖൻ കുവൈറ്റിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാർത്ത അതന്നെ SVR കുവൈറ്റ് കൂടുതൽ. അല്ല SVR കുവൈത്ത് നമുക്ക് കുവൈത്തിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ തരുന്ന ഒരു ചാനലാണ് SVR കുവൈത്ത്. അപ്പോൾ SVR കുവൈത്തിൻ്റെ ഇത് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെക് സെഞ്ചുറിയുടെ ഓഫർ വ്ളോഗ്സ് കുവൈത്തിലെ ഏറ്റവും ഓഫർ വ്ളോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം ടെക് സെഞ്ചുറിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞങ്ങൾ ഈ കുവൈത്തിൽ അത് മാത്രമല്ല നാട്ടിലും എന്തൊരു വിഷയം അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്ളോഗല്ല. ഓക്കെ തീർച്ചയായും. അല്ല ഷഹീന, നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ആര്? ഈ ടെക്സഞ്ചാരി എന്തെങ്കിലും തരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊടുത്തെങ്കിലും ആ ഒരു സ്നേഹം മാത്രം മതി. തരുന്നുണ്ടോ? ഷുവറാണോ? എല്ലാം കഴിച്ചിട്ട് ആദ്യം എണീറ്റിട്ട് പോന്നോ? അല്ല അവന്റെ തടി കാണുമ്പോൾ അവൻ കഴിക്കുന്നുണ്ട്. ടെക്സഞ്ചാരിയുടെ ഏറ്റവും വലിയൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്സഞ്ചാരി ചാനലിലൂടെ കുറെ പേരെ ട്രോളുന്നുണ്ട്. അപ്പൊ ഈ ട്രോളുന്നത് ഞാൻ ഇവിടെ ടിക്ടോക്കിൽ കൂടെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളെ പോലെ തന്നെ കൊടുത്തിങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഇനി നാളെ എടുത്തിട്ട് ട്രോൾ ചെയ്യാലോ എന്നുള്ളൊരു പേടിയിൽ മാത്രമാണ് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. എനിക്കൊരു വിവാദമുണ്ട് ഷഹീനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ പബ്ലിക്കലി ഷമീറിന്റെ സബ്സ്ക്രൈബറിന്റെ മുമ്പിൽ ഷഹീന്റെ വീഡിയോസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഹായ് ഹലോ നമസ്കാരം എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അതല്ല. ഓക്കെ. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പെണ്ണുങ്ങളുടെ കൂടെ വീഡിയോ ചെയ്യുന്ന കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പെണ്ണുങ്ങളുടെ കൂടെ വീഡിയോ ചെയ്യുന്ന കുറച്ച് കൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളെ ഓരോ ഗ്രൂപ്പുകൾ കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഞാൻ മെമ്പറല്ല. അപ്പോൾ ഈ ടിക്ടോക്കിലെ കുറേ സുഹൃത്തുക്കൾ, അപ്പോൾ അവർ തന്നെ നമ്മളെ വലിയ പ്രമുഖനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുന്ന് കാണാൻ വരുന്നത്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചെങ്കിൽ ഇവിടെ ഭയങ്കര വിവാദപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് കേട്ടോ. പക്ഷെ ഏതായാലും ഷഹീന്റേതായ ഒരു ഇമേജ് ഉണ്ട് ടിക്ടോക്കിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ വരുന്ന ആൾക്കാര് അവരുടെ ഇമേജ് പോയ ആൾക്കാരായിരിക്കും. അവരെ വില കുറച്ച് കാണാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മളിപ്പോ ഒരാൾ വരുമ്പോൾ വ്യക്തിപരമായിട്ട് നമ്മള് വില കുറച്ച് കാണണ്ട. പക്ഷെ നിന്റെ ഫോളോവേഴ്സ് ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഫോളോവേഴ്സ് ഉണ്ടാവും. ഇത് പറയാൻ വേണ്ടി കാരണം എന്താ വെച്ചെങ്കിൽ അവരുടെ വീഡിയോയില് പിന്നെ പോയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവരോട് കൂടെ നീ വീഡിയോ ചെയ്തിട്ടാകുമ്പോ അപ്പൊ എന്താവും? ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും SVR കുവൈത്തിലെ നമ്മുടെ കുഞ്ഞല്ലേ കുഞ്ഞി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് വളരെയധികം ശ്രദ്ധിക്കുക. എന്നെ ഈ ഒരു അഭിപ്രായം തന്നെ ഒരുപാട് പേര്. ഇത് ഞാൻ പിന്നെ ഷഹീന്റെ പിന്നിൽ നിന്നോ അല്ലെങ്കിൽ നിന്റെ പോസ്റ്റ് വന്നിട്ട് കമന്റ് അല്ല ഞാൻ നിന്റെ കൺമുമ്പിൽ വന്നിട്ട് നിന്നോട് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി അച്ചാൻസിനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഈ അടുത്ത ആഴ്ചയായിട്ട് നിന്നെ കാണുമെന്നൊരു പ്രതീക്ഷയാണ്. അച്ഛനോട് വിളിച്ചു ചോദിച്ചോ കുഞ്ഞ് എന്താണ് പറഞ്ഞത്. അപ്പൊ അതും കൂടെ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് നിന്റേതായ ഒരു ഇമേജ് ടിക്ടോക്കിലുണ്ട്, അതൊരിക്കലും നീ കളഞ്ഞു കുടിക്കരുത്. കാരണം പിന്നെ പല പെണ്ണും ഞാൻ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്ന ആഭാസമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് ഞാൻ ട്രോളാറുണ്ട്. ഇപ്പൊ അടുത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, അവസാനം അത് പ്രൈവറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി ഇവിടെ ഷൈനുമായിട്ട് SVR കുവൈത്ത് ഭയങ്കരമായിട്ടുള്ള വിവാദപരമായ ചർച്ച നടക്കുകയാണ്. കുവൈത്തിലൊരു ക്രൈമാണ് ഈ നിൽക്കുന്ന SVR. അദ്ദേഹം തുറന്നടിച്ചിട്ടൊരു കാര്യം നമ്മളെ അടുത്ത് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോകൾ ഞാൻ ഇൻഫർമേഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള ക്രെഡിബിലിറ്റി ഇനി ആർക്കും അത് അവസാനിപ്പിക്കരുത്, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി ആ ഒരു നല്ലൊരു ഉപദേശമായിട്ട് തന്നെ സ്വീകരിക്കുന്നു, വളരെ പോസിറ്റീവായിട്ട്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും വില കുറച്ച് കാണാനോ മറ്റു കാര്യങ്ങളോ എനിക്ക് പറ്റില്ല. അത് ഇങ്ങനത്തെവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് പറയുമ്പോൾ അതൊരിക്കലും നമ്മളെ കാണാൻ വരുന്നവർ നമ്മളായിട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ അത് ഞാൻ വലിയൊരു മമ്മൂട്ടി മോഹൻലാലൊന്നും ആയിട്ട് അവരുടെ അടുത്ത് കളിക്കാൻ പറ്റില്ല, എൻ്റെ ഒപ്പം നിന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാൻ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിമൂവ് ചെയ്യിച്ചിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു
തെറ്റ് അംഗീകരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല പരമാവധി എന്ന് ഉറപ്പ് വരുന്നു. അപ്പം SVR കുവൈത്ത് ശക്തമായിട്ട് പറഞ്ഞാൽ എന്താണ് അടുത്ത പരിപാടി? എന്താണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ബ്ലോഗുകൾ ചെയ്യാനുണ്ട്. ഷൈനാണ് കുവൈത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ക്രെഡിബിലിറ്റി ആളുകൾ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡയലോഗ് ഷൈനാണ് കുവൈത്തിൽ നിന്ന് വഴിയിൽ പോകുമ്പോഴും ആളുകൾ കാണുന്ന ആ ഒരു അംഗീകാരം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരും ഉണ്ടാകും. അതുപോലെ തന്നെ ഷമീർ വ്ളോഗ്സ് എന്നെ ആദ്യമായിട്ട് കുവൈത്തിൽ ഒരു ഇന്റർവ്യൂ എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷമീർ വ്ളോഗ്സ്. ഫാഹിൽ വെച്ചിട്ട് അത് നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ വന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഷാഫി കൊല്ലൊക്കെ. അന്നാണ് എൻ്റെ അടുത്ത് ഷമീർ വ്ളോഗ്സ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കടപ്പാട് എന്നും ഉണ്ടായിരിക്കും. ഷമീർ വ്ളോഗ്സ് നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല. അപ്പോൾ എന്തായാലും കുവൈത്തിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കൂടുതൽ ആക്റ്റീവായിട്ട് വരാത്തതാണ്. ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ടെക്സഞ്ചാരിയും അതുപോലെ തന്നെ ഷമീർ വ്ളോഗ്സും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരും. ഒരുപാട് കുവൈത്തിലെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ പറഞ്ഞ പോലെ ഷമീർ വ്ളോഗ്സ് ലൈക്ക് മാത്രമല്ല ബെല്ലൈക്കൺ കൂടി അമർത്തുക. തല്ലി പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂഖ് മുബാറക്കിൽ ചുമ്മാ വന്നപ്പോഴുള്ള കണ്ടുമുട്ടിയതാണ് അവരെ, നമ്മുടെ വിജിനെ, ടെക്സഞ്ചാരി, അതുപോലെ തന്നെ ഷൈൻ ബ്രോയിനെ കണ്ടു. പിന്നെ SVRനെ നമ്മൾ രാവിലെ മുതൽ SVR കുവൈത്തിൻ്റെ ഒപ്പമാണ്. ഇപ്പോൾ കുവൈത്തിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു കുവൈത്തിലെ അഗ്രികൾച്ചർ നഴ്സറികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക.